സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്നലെ കൊച്ചിയിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ നടന്ന കളിയിലാണ് മഞ്ഞപ്പടയുടെ ജയം. പിന്നിലായ കളിയിൽ തിരിച്ചടിച്ചാണ് ബ്ലാസ്റ്റേഴ്സ് 2-1 മത്സരം സ്വന്തമാക്കിയത്. ആദ്യ ഹോം മാച്ചിൽ ഇതേ ഗ്രൗണ്ടിൽ ഇതേ മാർജിന് തോറ്റ മഞ്ഞപ്പടയുടെ പ്രായശ്ചിത്തം കൂടിയാണ് ഈ ഗംഭീര വിജയം. കളിയുടെ 88-ാം മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ ഗോൾ പിറന്നത്. നോഹ സദയിയും ക്വാമെ പെപ്രയും മഞ്ഞപ്പടയ്ക്കായി ഗോളുകൾ നേടിയപ്പോൾ PV വിഷ്ണു ആയിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ ഗോൾ സ്കോറർ. കളി തീരാൻ 15 മിനിറ്റ് ശേഷിക്കെ കളത്തിലിറങ്ങിയ ക്വാമെ പെപ്രയിലൂടെ മഞ്ഞപ്പട വിലപ്പെട്ട 3 പോയിന്റുകൾ സ്വന്തമാക്കുകയായിരുന്നു. ഈ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് കയറാനും കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ടുണ്ട്. അടുത്തയാഴ്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ അവരുടെ തട്ടകത്തിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ 3ാം മത്സരം. ISL സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കിയതിന്റെ ആവേശത്തിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് പിന്നാലെ പുറത്തു വന്നിട്ടുള്ളത്. സൂപ്പർ താരവും ടീമിന്റെ നായകനുമായ അഡ്രിയാൻ ലൂണയെക്കുറിച്ച് പരിശീലകൻ സ്റ്റാറെ നൽകിയ അപ്ഡേറ്റ് ആണ് ആരാധകർക്ക് ആശങ്ക സമ്മാനിക്കുന്നത്. അടുത്തയാഴ്ചത്തെ മത്സരത്തിൽ ലൂണ കളിക്കുന്ന കാര്യം ഉറപ്പു പറയാൻ സാധിക്കില്ല എന്നായിരുന്നു സ്റ്റാറെ വ്യക്തമാക്കിയത്. ലൂണ ഇല്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇക്കുറി ISLലെ ആദ്യ 2 മത്സരങ്ങളും കളിച്ചത്. അസുഖബാധിതനായതിനാൽ പഞ്ചാബ് എഫ്സിക്കെതിരായ ആദ്യ കളി നഷ്ടമായ ലൂണ 2ാമത്തെ കളിയിൽ ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന് കരുതിയെങ്കിലും പൂർണ്ണമായും സുഖം പ്രാപിക്കാത്തതുകൊണ്ട് ഈസ്റ്റ് ബംഗാളിനെതിരായ കളിയും നഷ്ടമാവുകയായിരുന്നു. പരിശീലകൻ സ്റ്റാറെ നൽകുന്ന സൂചനകൾ വെച്ച് നോക്കിയാൽ ലൂണ അടുത്ത മത്സരം കളിക്കുന്ന കാര്യവും സംശയമാണ്. അഡ്രിയാൻ ലൂണയുടെ അടുത്ത മത്സരത്തിലെ ലഭ്യതയെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ല എന്നും പക്ഷേ ഉടൻ തന്നെ അദ്ദേഹത്തെ കളിക്കളത്തിൽ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അടുത്തയാഴ്ച കളിക്കുമെന്ന് ഉറപ്പ് നൽകാൻ പറ്റില്ല എന്നുമാണ് ലൂണയെക്കുറിച്ച് സ്റ്റാറെ പറഞ്ഞത്. അഡ്രിയാൻ ലൂണയെ തങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെന്നും മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ പറയുന്നുണ്ട്. ഷൂട്ട് ചെയ്യാനും സ്കോർ ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും മികവുള്ള താരമാണ് ലൂണയെന്ന് ഓർമ്മിപ്പിക്കാനും അദ്ദേഹം മറന്നില്ല. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ മികച്ച രീതിയിൽ കളിച്ചുവെന്നും മത്സരശേഷം ടീമിന്റെ മുഖ്യ പരിശീലകനായ സ്റ്റാറെ വിലയിരുത്തി. കഴിഞ്ഞ മത്സരത്തേക്കാൾ നന്നായി ടീം പന്ത് നിലനിർത്തി കളിച്ചുവെന്ന് പറഞ്ഞ സ്റ്റാറെ ഭാവിയിൽ ഇതിലും നന്നായി കളിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നതായും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 90 മിനിറ്റുകളിൽ ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു കരുത്തരെന്നും വളരെ മികച്ച എതിരാളികൾക്കെതിരെയാണ് തങ്ങൾ കളിച്ചതെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരമായിരുന്നുവെന്നും എന്നാൽ അവസാന 30 മിനിറ്റിൽ തങ്ങൾ കൂടുതൽ മികച്ചു നിന്നുവെന്നും ഇതെല്ലാം വിജയത്തിന് കാരണമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ വിജയിക്കാൻ കാരണം ഒരു മികച്ച സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഉള്ളതുകൊണ്ട് മാത്രമല്ല, മറിച്ച് വളരെ മികച്ചൊരു ഫിനിഷിംഗ് ലൈനപ്പും കൂടി ഉള്ളതുകൊണ്ടാണെന്നും സ്റ്റാറെ പറയുന്നു. ഈസ്റ്റ് ബംഗാളിനെതിരായ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിക്കുന്ന ആവേശവും ആത്മവിശ്വാസവും ചെറുതൊന്നുമല്ല. മികച്ച കളിയായിരുന്നു കൊൽക്കത്തൻ ക്ലബിനെതിരെ മഞ്ഞപ്പട കെട്ടഴിച്ചത്. തുടർച്ചയായ 2ാം കളിയിലും തിളങ്ങിയ മൊറോക്കൻ താരം നോഹ സദയിയാണ് ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച്.